ഹലോ ഹബീബീസ്, എന്തൊക്കെ റാഹത്തല്ല? അപ്പം ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കൂട്ടുകാരന് മീനെ പോവാണ്ടാവും വെച്ചിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മക്കിപ്പോൾ എന്താ, മീനെ പോണേന് വേറെ പണിയൊന്നുമില്ലല്ലോ. പച്ച കത്തിക്കണ്ടാ, ഇത് പച്ച കത്തിൻ്റെ ശേഷം വണ്ടി എടുക്കാൻ പാടുള്ളൂ കേട്ടാ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ചില ആൾക്കാരുണ്ട്, ചുവപ്പാണിന് മുമ്പ് തന്നെ യെല്ലോ കത്തും. യെല്ലോ കത്തുന്ന ഇടയ്ക്ക് തിരക്കാ പിടിച്ചുകാണ്ട് ചിലപ്പം ഒരു 2 സെക്കൻഡിന് 3 സെക്കൻഡിനൊക്കെ കാര്യം ധൃതി പിടിച്ചിട്ട് പോവുക. പോയിട്ടെന്താ കാര്യം, ചിലപ്പോൾ അത് ആ ചുവപ്പിലാണ് കുടുങ്ങും. 1000 ദിറംസ് ഫൈൻ കിട്ടും. ചെറിയ വണ്ടീൻ്റെ കാര്യമായിട്ടാ പറയണേ. 1000 ദിറംസ് ഫൈന്, 12 ബ്ലാക്ക് പോയിന്റ്, 30 ദിവസം വണ്ടി ഇമ്പോണ്ടിലിടും. വേണ്ടി വരും. കമ്പനി വണ്ടിക്കാരൊക്കെ ആണെന്ന് കുടുങ്ങുകയും ചെയ്ത് ഇവർക്ക് വണ്ടി ഇമ്പോണ്ടിലാണോ വെച്ചില്ല, പകരം 3000 ദിറംസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മക്കളെ സിഗ്നലൊക്കെ പാസ് ചെയ്യുമ്പോഴേ മാക്സിമം കുറച്ചൊക്കെ സ്വബർ കാട്ടിയാണ്ട് നിന്നാൽ പൈസ പോക്കറ്റിൽ നിന്നും പോവില്ല. ആ കാര്യം നമുക്ക് പെരയ്ക്ക് ചിലവിന് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അത് വലിയ വണ്ടിയാണെങ്കിൽ പറയും വേണ്ട. വലിയ വണ്ടിയാണെങ്കിൽ നേരെ കേസാവുക ചെയ്യാം. കേസാവാന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ കുടുങ്ങി തന്നെ. അയാളുടെ ലൈസൻസ് സസ്പെൻഷൻ ഉണ്ടാവും. അതിൻ്റെ പുറമെ കേസ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റിൻ്റെ വക ജഡ്ജ്മെൻറ്റിൽ വേറൊരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാണ്ടാവും. അതൊക്കെ ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ തന്നെ വണ്ടി ഒന്ന് കേച്ചിലായി കിട്ടണമെങ്കിൽ, വണ്ടിയുമുള്ള ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്ത ഫൈന് ഒന്ന് ഊരി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ പണിയല്ല. ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയി പേപ്പറുകൾ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. ഏതായാലും നമ്മളെ നാട്ടിൽ ഡ്രൈവ് ചെയ്യണ പോലെയല്ല ഇവിടെ. നാട്ടിലിപ്പോൾ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിക്കണേ. എന്നാലും ഇവിടെ നമ്മൾ മട്ടത്തിൽ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ ഒന്നിലും ശ്രദ്ധ പറ്റില്ല. ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് പോയാൽ ഒരു കുഴപ്പമില്ല. അല്ലാതിരുന്നാൽ ഫൈനായി കാരണം. അപ്പോൾ നമ്മൾ മീനെ എത്തിക്കണ്ടാ, നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് മാർക്കറ്റ്. അവിടെ നല്ല നട്ട്സൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. നട്ട്സ് കിട്ടണ എന്താ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചീപ്പ് റേറ്റിന് നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇവിടെ വന്നാൽ നട്ട്സ് വാങ്ങാൻ പറ്റും. ഈ കടയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നട്ട്സ് വാങ്ങിയത്. മാർക്കറ്റ് കണ്ടോളൂ. എല്ലാ മാർക്കറ്റും ഏകദേശം ഒരേപോലെ തന്നെയാണ്. കുറേ കടകൾ അടുത്തടുത്ത് ഉണ്ടാവും തന്നെ. പക്ഷെ ഇതിൽ ആർക്കും നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. നഷ്ടം എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടാവില്ല. അടുത്തടുത്ത് ഒരേപോലത്തെ ഒരേ ആക്ടിവിറ്റി ഉള്ള ഷോപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി നഷ്ടം ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും ബിസിനസ് ഉണ്ടാവും. അതാണ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഇതൊക്കെ കണ്ടില്ല മക്കളെ, ഈ വലിയ വലിയ വണ്ടികൾ കണ്ടില്ലേ, ഈ കണ്ടെയ്നറുകൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അധികം അബുദാബിയിൽ നിന്ന് തന്നെ ഉള്ളതായിക്കോണമെന്നില്ല. ഇത് പല നാട്ടിൽ നിന്ന്, അതായത് UAE വ്യത്യസ്ത എമിറേറ്റുകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ ലോഡിങ് അൺലോഡിങ്ങിനും വേണ്ടിയിട്ട് എത്തിയ വണ്ടികളാണ്. പച്ചക്കറി മാർക്കറ്റാണ്. എന്താ ഒരു രക്ഷയില്ല. അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടും. നമുക്ക് ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അധികം വീക്കെൻഡിൽ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയൊക്കെയുള്ള സാധനം ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോവുക. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഒക്കെ അപ്പം നമ്മളഞ്ഞ് ഫാമിലിയൊക്കെയാണ് വരട്ടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണിക്കുക. അതിൻ്റെ പുറമെ നമുക്ക് ഒരാഴ്ചയൊക്കെയുള്ള സാധനമൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. എന്നാവാന്നറിയില്ല. എല്ലാവരും ദുആ ചെയ്യും. ഓക്കെ.